നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ 2025 വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട കുറച്ച് ഗെയിമുകൾ കാണിക്കാമെന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന US മാസ്റ്റേഴ്സ് ടൂർണമെന്റിലെ വളരെ രസകരമായിട്ടുള്ള ഗെയിം ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം ആ ഗെയിം കാണാം, അതിനുശേഷം നമ്മുടെ വേൾഡ് കപ്പ് മത്സരങ്ങളിലേക്ക് വരാം. ഇത് US മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ 9ാം റൗണ്ടാണ്. ആ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ഗെയിം മാത്രമാണ് ഇപ്പോൾ അവസാനിച്ചത്. അമേരിക്കൻ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സായ കരീസ യിപ്പും സഹിൽ സിംഗയും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ കരീസ വൈറ്റ് സൈഡും സഹിൽ ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ചെയ്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് D4 മൂവ് കൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോൺ ഔട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ്. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. വൈറ്റും നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് അടുത്ത ബിഷപ്പിനെ A5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് C6 നൈറ്റിനെ കൂടെ പിൻ ചെയ്യുന്നു. ഇതോടെ ഈ C6 നൈറ്റിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് വേഗം ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നു. വൈറ്റ് ക്വീനിനെ D3 കൊണ്ടുവരുന്നു. ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും തിരിച്ചുകൊണ്ടുപോകുന്നില്ല. പകരം ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഇട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ വൈറ്റിന് നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്ന കരീസ നൈറ്റുകളെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്ലെയറാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീൻസിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നു. വൈറ്റ് F4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിന് കിട്ടുമ്പോൾ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തന്നെ തിരിച്ചു വിട്ടേണ്ടി വരും. അതോടെ ഈ D6 പോകാനുള്ള ഒരു സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഈ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം ആ ഒരു പോണിനെ ലാഭം നേടിയെടുക്കാൻ അവസരമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല. പകരം ക്വീനിനെ C7 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇവിടെ വൈറ്റ് അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ വിട്ടണമെങ്കിൽ ഈ നൈറ്റ് പേജ് തിരിച്ചൊട്ടിക്കൊണ്ട് നൈറ്റിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം ഈ D5 കൂടെ ഓപ്പൺ ചെയ്യുകയാണ് വൈറ്റിൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനത്തെ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഈ അറ്റാക്കുള്ള ബിഷപ്പിനെ D7 കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ആ പോണിന് ഇപ്പോൾ 2 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റും ഇങ്ങനൊരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനിനെ G3 കൊണ്ടുവരുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ക്വീൻസിലേക്ക് കാസ്ലിംഗ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ തിരിച്ചൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം B5 മൂവ് ചെയ്യുന്നു. ഇനി പോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ക്വീൻസിലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാനായിരിക്കും ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ ബ്ലാക്കിന്റെ അറ്റാക്ക് കാര്യമാക്കുന്നില്ല. പകരം ബ്ലാക്കിന്റെ കിങ്സിലേക്കുള്ള അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാണ്. അടുത്തായിട്ട് ക്വീനെ G7 കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്നും F8 മാറ്റിയ ശേഷം വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോൺ ഔട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ E1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ F7 കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഗെയിമിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ വൈറ്റ് ക്വീനെ G8 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം റൂക്ക് വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വൈറ്റിനിപ്പോൾ ഈ ക്വീനെ അറ്റാക്കിൽ നിന്നും മാറ്റേണ്ട ആവശ്യമില്ല. പകരം നൈറ്റ് വെച്ച് ഈ പോണിനെ എടുത്താൽ മതി. ഇതോടെ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടും. ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഇട്ടാണെങ്കിൽ ക്വീനെ വെച്ച് തിരിച്ചു വെട്ടാം. അല്ലാതെ റൂക്ക് വെച്ച് ക്വീനെ എടുക്കുകയാണെങ്കിൽ ഒരു ചെക്കോട് കൂടി ക്വീനെ തിരിച്ചിട്ടെടുക്കാം. ഇതൊരു ഫോർക്കും ചെക്കാണ്. അതോടെ ആ റൂക്ക് കൂടെ നഷ്ടമാകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്തത്. ഇവിടെ ബ്ലാക്ക് ഈ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്തതോടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവരാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഒരു സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ആദ്യം നൈറ്റിനെ F5 മൂവ് ചെയ്തുകൊണ്ട്
ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചിട്ടുകൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ് ചെക്കിൽ നിന്നും മാറുകയാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനായിട്ട് എടുക്കാം. അല്ലാതെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ അപ്പോഴും കിങ്ങിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചെക്കോട് കൂടി അടുത്ത പോയിന്റ് എടുക്കാനും അടുത്ത റൂക്കിൽ കൂടെ ഓപ്പൺ ഫയൽ ഇടാനും സാധ്യതയുണ്ട്. അല്ലാതെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ച് പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ ഡബിൾ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ബിഷപ്പിനെ കൊണ്ടെങ്കിലും മാറാൻ പറ്റില്ല. ഇപ്പോൾ കാസൻ ചെയ്താലോ അല്ലെങ്കിൽ കിങ്ങിനെ കൊണ്ടെങ്കിലും മൂവ് ചെയ്താലോ റൂക്ക് വെച്ച് ബിഷപ്പിനോട് എടുക്കാം. അല്ലാതെ റൂക്ക് വെച്ച് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അത് സക്സസ് ആവില്ല. കാരണം അടുത്ത റൂക്ക് ഈവണിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് വരും. അപ്പോൾ എന്നാലും ആ റൂക്കിനുള്ള ഒരു സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് കിങ്ങിനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യേണ്ടി വരും. അതോടെ ആ റൂക്കും തുടർന്ന് ബിഷപ്പോ ക്വീനോ എല്ലാം നഷ്ടമാകാനും സാധ്യതയുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം D5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം വൈറ്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ചെയ്യാണ്. അടുത്ത നൈറ്റ് ഉപയോഗിച്ച് D5 പോയിട്ടുണ്ട് ആ നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് ഒരേ സമയം രണ്ട് നൈറ്റുകൾ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ ഇതിൽ ഏത് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും നേരത്തെ കണ്ട അതേ പ്രശ്നങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ആ സാക്രിഫൈസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനിനെ C5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. നൈറ്റിനെ C7 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. അതും ഒരു നൈറ്റ് സാക്രിഫൈസ് ആണ്. എന്നാൽ ഇത്തവണ ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. D8 തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് നൈറ്റ് വെച്ച് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുമ്പോൾ ക്വീൻ നഷ്ടപ്പെടും. ബിഷപ്പ് റൂക്കിന്റെ പിന്നിങ്ങിലായതുകൊണ്ട് ബിഷപ്പ് വെച്ച് വെട്ടാനൊന്നും പറ്റില്ല. അങ്ങനെ ക്വീൻ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരെയാണ്. ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന് ഒരു നൈറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നാലും വൈറ്റ് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് വൈറ്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. അടുത്ത നൈറ്റിനെ D6 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. അതൊരു ഫോർക്കും ചെക്കാണ്. ഇപ്പോൾ റൂക്കിനെതിരെ ക്വീൻ ഉപയോഗിച്ചും നൈറ്റ് ഉപയോഗിച്ചും അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ കിങ് ചെക്കിൽ നിന്നും D8 മൂവ് ചെയ്യണമെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് റൂക്കിനോട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുക. കിങ് ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുക്കുക. കിങ് B7 മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ഉപയോഗിച്ച് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും റൂക്കിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് B7 തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീനെ കൂടെ E7 കൊണ്ടുവന്ന് പിൻ ചെയ്യാം. ഇനി നൈറ്റ് ഉപയോഗിച്ച് B5 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്കിനും അതിനുശേഷം റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനോട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ കൂടെ നേടിയെടുക്കാനും അവസരമുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുമ്പോൾ കിങ്ങിനെ D8 മൂവ് ചെയ്യുന്നതിന് പകരം E7 മൂവ് ചെയ്യണമെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. ആദ്യം ക്വീൻ വെച്ച് റൂക്കിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. ഇപ്പം എന്തായാലും D8 മാറാൻ കഴിയുള്ളൂ. ആ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ഇത്രയും പീസുകൾക്കൊപ്പം ക്വീൻ കൂടെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാനോ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ തന്നെ ആ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കാൻ തീരുമാനിക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് ക്വീനെ ഇട്ടുന്നു. ബ്ലാക്ക് റൂക്കിനെ D8 കൊണ്ടുവരുന്നു. വൈറ്റ് അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത റൂക്കിനെ കൂടെ D1 കൊണ്ടുവരുന്നു. ഇപ്പോഴും ബ്ലാക്കിന്റെ ഈ ബിഷപ്പ് പിന്നിങ്ങിലായത് കാരണം ബിഷപ്പ് വെച്ച് റൂക്കിനെ ഇട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ ക്വീനോട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ G7 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. വൈറ്റ് ഇപ്പോൾ ഈ ക്വീനിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം റൂക്ക് ഉപയോഗിച്ച് G6 പോയിന്റ് എടുത്തുകൊണ്ട് ആ റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനെ എടുക്കുന്നു. എന്നാൽ വൈറ്റിന്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. വൈറ്റ് ഇപ്പോൾ ക്വീൻ വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നില്ല. പകരം റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ കിങ് വെച്ച് റൂക്കിനോട്ട് ഇടുമ്പോൾ ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് കൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരും. കിങ് ഇപ്പോൾ ഈ ചെക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ഈ റൂക്ക് കൂടെ നഷ്ടപ്പെടും. അതിനുശേഷം വൈറ്റ് ഈ ഗെയിം ഈസിയായിട്ട് വിജയിക്കുകയും ചെയ്യും. അത് മനസ്സിലായിക്കൊണ്ടാണ് റൂക്ക് വെച്ച് റൂക്കിനോട്ട് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഒരുപാട് മികച്ച മൂവുകളുള്ള വളരെ നല്ലൊരു ഗെയിമായിരുന്നു.
ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.